നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. RSS പ്രചാരകനായ ഏക്നാഥ് റാണ എന്ന സംഘാടകൻ ക്രൗഡ് ഫണ്ടിംഗ് എന്ന പരിപാടിയൊക്കെ ഇന്നത്തെ ജനറേഷൻ പഠിക്കുന്നതിനുമൊക്കെ ഏറെ മുന്നേ അത് നടപ്പിലാക്കിയതിന്റെ ഫലമാണ് ഇന്ന് നമ്മൾ കന്യാകുമാരി വിവേകാനന്ദ പാറയിൽ കാണുന്ന സ്വാമി വിവേകാനന്ദന്റെ രമ്യ സ്മാരകം. ആ കന്യാകുമാരിയിലെ വിവേകാനന്ദ സ്മാരകത്തിൽ ഇന്ന് ധ്യാനത്തിൽ നിന്ന് ഉണരുന്ന മോദി മറ്റൊരു ദിഗ്വിജയത്തിനായി അശ്വമേധം തുടങ്ങാൻ ഒരുങ്ങുകയാണ്. അത് ഭാരതത്തെ വിശ്വഗുരു എന്ന അനിവാര്യതയിലേക്ക് കൈപിടിച്ചുയർത്തും എന്നുള്ളത് ഉറപ്പാണ്. ഇപ്പോൾ ഇതിനെപ്പറ്റി തുറന്ന് എഴുതിയിരിക്കുന്ന അഞ്ജു പാർവതി പ്രതീഷിന്റെ പോസ്റ്റ് ശ്രദ്ധ നേടുകയാണ്. നമുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഒന്ന് നോക്കാം. ഇത് കേവലം ഒരു മെഡിറ്റേഷൻ എന്നതിനപ്പുറം അസലൊരു മീഡിയ അറ്റൻഷൻ കിട്ടുന്ന സംഗതിയാണെന്ന് കാരണവർക്കും അറിയാം, കാരണവരെ അറിയുന്നവർക്കൊക്കെയും അറിയാം. പണ്ടൊരിക്കൽ ഇതേപോലൊരു ധ്യാനം കൂടിയതാ തിരുമേനി. അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്ന് ഇന്ന് മാതൃഭൂമിയിൽ ഒരു വാർത്ത വന്നിട്ടുണ്ട്. വിനോദസഞ്ചാരികളുടെ വരവിൽ റെക്കോർഡിടാൻ ജമ്മു കാശ്മീർ റെഡിയായി എന്നാണ് ആ മാതൃഭൂമി ന്യൂസിൽ പറയുന്നത്. ഒരു ധ്യാനത്തിന് ശേഷം കിട്ടിയ വെളിപാടായിരുന്നു ആർട്ടിക്കിൾ 370 ചുരുട്ടിക്കൂട്ടിയെടുത്ത് ദൂരേക്കെറിഞ്ഞത്. ആ കരച്ചിൽ മല്ലൂസ് പ്രഭുത്വർക്ക് ഒന്നും മാറിയില്ലേലും ജമ്മു കാശ്മീരിലെ ജനതയ്ക്ക് പെരുത്തങ്ങട് ഇഷ്ടായി കേട്ടോ. അതുകൊണ്ട് എന്താ, വർഷം 8,000 കോടി രൂപയാണ് ടൂറിസത്തിലൂടെ കാശ്മീരിലെത്തുന്നത്. കാശ്മീരി ജനതയ്ക്ക് ഭാരതാംബ നൽകിയ പൈതൃകത്തെയും പ്രകൃതിയെയും മനോഹരമായി മറ്റുള്ളവർക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യാൻ ഇന്ന് കാശ്മീരികൾക്ക് കഴിയുന്നത് ആ ഒരു വെളിപാട് കൊണ്ടാണ്. ഈ വർഷം ഇതുവരേക്കും, അതായത് ജനുവരി 2024 മുതൽ മെയ് വരെ 12.5 ലക്ഷം സഞ്ചാരികളാണ് ഭൂമിയിലെ സ്വർഗത്തിലെ കാഴ്ച നുകരുവാൻ അവിടെ എത്തിയിട്ടുള്ളത്. ഗുൽമാർഗ്, പെഹൽഹാം, സോനാമാർഗ് എന്നിവിടങ്ങളിലെ മുഴുവൻ റിസോർട്ടുകളിലും ജൂൺ അവസാനം വരെയുള്ള ബുക്കിംഗ് ക്ലോസ് ചെയ്തു. ദാൽ തടാകത്തിൽ ഷിക്കാരുകളോ ഹൗസ് ബോട്ടുകളോ കിട്ടാനില്ല. സമീപ പ്രദേശങ്ങളിലെ റിസോർട്ടുകളിലും ഹോം സ്റ്റേകളിലും ഒരെണ്ണം പോലും ഒഴിവില്ലാത്ത വിധം ബുക്കിംഗ് ആയി. വിനോദസഞ്ചാരികളുടെ എണ്ണവും റെക്കോർഡിലേക്ക് കുതിക്കുകയാണ്. ജൂൺ 29 അമർനാഥ് തീർത്ഥാടനം കൂടി തുടങ്ങുന്നതോടെ സംഗതി കളറോടെ കളർ. അസൽ ഗുജ്ജു ബിസിനസ് മൈൻഡുള്ള തലൈവർക്ക് നന്നായിട്ടറിയാം ഈ ഒരു മെഡിറ്റേഷൻ കൊണ്ട് ഉണ്ടാകുന്ന മൈലേജ് എന്താണ് എന്ന്. അതിലൂടെ ടിയാൻ ഉണ്ടാക്കിയെടുക്കുന്ന മീഡിയ അറ്റൻഷൻ ഒന്നുകൊണ്ട് മാത്രം വിവേകാനന്ദ പാറ ഇനി അസലൊരു മെഡിറ്റേഷൻ സ്പോട്ട് ആവും. അങ്ങോറതാക്കിയെടുക്കും. ഇത്തവണ കിട്ടുന്ന വെളിപാട് എന്തായിരിക്കും എന്നത് മാത്രം ഇനി അറിയാനുള്ളത്. ഇത് കേവലം ഒരു ധ്യാനമല്ല, പക്ക പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് കൂടിയാണ്. ടിയാൻ വഗ് കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നമ്മൾ ഇന്ത്യക്കാർ ഒന്നാണെന്ന സ്റ്റേറ്റ്മെന്റ്. ഇതായിരുന്നു ആ മനോഹരമായ പോസ്റ്റ്. എന്നാൽ ഇത് വായിക്കുന്ന ഇടത് വലത് നേതാക്കൾക്കൊന്നും തന്നെ ഇതങ്ങോട്ട് ദഹിച്ചു എന്ന് വരില്ല. പക്ഷെ ഇന്ത്യയുടെ മികച്ച വികസന മാർഗങ്ങൾക്കായി നരേന്ദ്രമോദി വഹിക്കുന്ന പങ്ക് ചെറുതല്ല എന്ന് നമ്മൾ ഓർക്കണം. അത് മനസ്സിലാക്കാത്ത നേതാക്കൾ ഇന്ന് മൂഢസ്വർഗത്തിലാണെന്നേ പറയുവാനുള്ളൂ.